friends, welcome back to JFK Just for Knowledge. ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ നല്ല കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ദ്രവ്യത്തെ കുറിച്ചാണ്. ദ്രവ്യം എന്താണ്? ദ്രവ്യത്തിന്റെ അവസ്ഥകൾ ഏതൊക്കെ? എത്ര അവസ്ഥകൾ അതിനുണ്ട്? തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് എന്താണ് ദ്രവ്യം എന്ന് നോക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളത് ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം അഥവാ മാറ്റർ എന്ന് വിളിക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം അഥവാ മാറ്റർ എന്ന് വിളിക്കാം. ഒരിക്കൽ കൂടെ പറയാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം അഥവാ മാറ്റർ എന്ന് പറയാം. ദ്രവ്യത്തിന് അഥവാ മാറ്ററിന് 7 അവസ്ഥകളാണ് ഉള്ളത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ടോട്ടൽ 7 എണ്ണമാണ് ഉള്ളത്. അവ 7 എണ്ണം ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഖരം അല്ലെങ്കിൽ സോളിഡ്, സോളിഡോ ഖരം, സോളിഡ് അല്ലെങ്കിൽ ഖരം. രണ്ടാമത്തേത് ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകം, ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകം. മൂന്നാമത്തേത് ഗ്യാസ് അല്ലെങ്കിൽ വാതകം, ഗ്യാസ് അല്ലെങ്കിൽ വാതകം. നാലാമത്തേത് പ്ലാസ്മ, അഞ്ചാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആറാമത്തെ അവസ്ഥ ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഏഴാമത്തേത് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 7 ഒരിക്കൽ കൂടെ പറയാം. ഒന്നാമത്തേത് ഖരം അല്ലെങ്കിൽ സോളിഡ്, 2 ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകം, 3 ഗ്യാസ് അല്ലെങ്കിൽ വാതകം, 4 പ്ലാസ്മ, 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇങ്ങനെ 7 അവസ്ഥകളാണ് ദ്രവ്യത്തിന് ഉള്ളത്. ഇതിലെ പ്ലാസ്മയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. പ്ലാസ്മയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ പ്ലാസ്മയാണ്. 99% ദ്രവ്യത്തിന്റെ 99% പ്ലാസ്മയായിട്ടാണ് കാണപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ പ്ലാസ്മ. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്നത് പ്ലാസ്മ എന്ന അവസ്ഥയിലേക്കാണ്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ പ്ലാസ്മ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യങ്ങൾ കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. പ്ലാസ്മയെ കുറിച്ച് നമ്മൾ 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ പ്ലാസ്മ. 99% ദ്രവ്യങ്ങളും പ്ലാസ്മ രൂപത്തിലാണ് കാണപ്പെടുന്നത്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യങ്ങൾ കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. തന്മാത്രകൾ ഏറ്റവും ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. അടുത്ത് നമുക്ക് ഫ്ലൂയിഡ് അഥവാ ദ്രവങ്ങൾ എന്നാൽ എന്ത് എന്ന് നോക്കാം. അടുത്തതായി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രവങ്ങൾ എന്നാൽ എന്ത് എന്ന് നമുക്ക് നോക്കാം.
ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രവങ്ങൾ എന്നാൽ ദ്രാവകവും വാതകവും ചേർത്ത് നമുക്ക് ദ്രവങ്ങൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് പറയാം. Both liquid and gas combined we call as fluid. ദ്രാവകത്തെയും വാതകത്തെയും ഒരുമിച്ച് നമുക്ക് ഫ്ലൂയിഡ് എന്ന് പറയാം. ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രവങ്ങൾ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക ഘടകത്തെ നമുക്ക് ക്വാർക്ക് എന്ന് വിളിക്കാം. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രാഥമിക കണികയെ നമുക്ക് ക്വാർക്ക് എന്ന് വിളിക്കാം. എന്തിനാണ് ക്വാർക്ക് എന്ന് വിളിക്കുന്നത്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണികയെയാണ് ക്വാർക്ക് എന്ന് വിളിക്കുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നു. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ പിണ്ഡം അഥവാ മാസ് എന്ന് പറയുന്നു. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ദ്രവ്യം എന്നാൽ എന്ത്? ദ്രവ്യം എന്നാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരവും ഉള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യമെന്ന് പറയാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ നമുക്ക് മാസ് അഥവാ പിണ്ഡമെന്ന് പറയാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ മാസ് അഥവാ പിണ്ഡം എന്ന് പറയാം. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. സത്യേന്ദ്രനാഥ് ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ഈ പേര് നൽകാൻ കാരണം. ഹിഗ്സ് ബോസോൺ എന്ന പേര് നൽകാൻ കാരണം എന്താണ്? സത്യേന്ദ്രനാഥ് ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ഈ പേര് നൽകിയിരിക്കാൻ കാരണം. ഇതുവരെ എന്തൊക്കെയാ പറഞ്ഞത്? എന്താണ് ദ്രവ്യങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ദ്രവ്യം? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം അഥവാ മാറ്റർ എന്ന് പറയാം. അടുത്ത നമ്മൾ എന്ത് പറഞ്ഞു? ദ്രവ്യത്തിന്റെ 7 അവസ്ഥകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ദ്രവ്യത്തിന്റെ 7 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അതിനുശേഷം നമ്മൾ പ്ലാസ്മയുടെ പ്രത്യേകതകൾ പറഞ്ഞു. പ്ലാസ്മ എവിടെയാണ് കാണപ്പെടുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ പറയാം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ പ്ലാസ്മ. ദ്രവ്യത്തിന്റെ 99% പ്ലാസ്മയായാണ് കാണപ്പെടുന്നത്. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യങ്ങൾ കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യങ്ങൾ പ്ലാസ്മയായാണ്
കാണുന്നത്. ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യങ്ങൾ എത്തിച്ചേരുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. ഊഷ്മാവ് ഉയരുമ്പോൾ എന്ത് ചെയ്യും? ദ്രവ്യങ്ങൾ പ്ലാസ്മയിലേക്ക് മാറും. ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയും എന്താണ്? പ്ലാസ്മയാണ്. തന്മാത്രകൾ ഏറ്റവും ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞു? കോർക്ക് എന്താണ് എന്ന് പറഞ്ഞു. കോർക്ക് എന്നാൽ എന്ത്? പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും അടിസ്ഥാനപരവും പ്രാഥമികവുമായ കണികയാണ് കോർക്ക് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും എല്ലാ പദാർത്ഥങ്ങളുടെയും അടിസ്ഥാനപരവും പ്രാഥമികവുമായ കണികയാണ് കോർക്ക്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ മാസ് അഥവാ പിണ്ഡമെന്ന് പറയുന്നു. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ മാസ് അഥവാ പിണ്ഡമെന്ന് പറയുന്നു. ദ്രവ്യത്തിന് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന ഗുണം നൽകുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ എന്താ ചെയ്യുന്നത്? ദ്രവ്യത്തിന് മാസ് അഥവാ പിണ്ഡം എന്ന ഗുണം നൽകുന്നു. ദ്രവ്യത്തിന് മാസ് അഥവാ പിണ്ഡം എന്ന ഗുണം നൽകുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ എന്ന പേര് കൊടുക്കാൻ കാരണം എന്താണ്? സത്യേന്ദ്രനാഥ് ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ഈ പേര് നൽകാൻ കാരണം. ഹിഗ്സ് ബോസോൺ എന്തുകൊണ്ടാണ് ഹിഗ്സ് ബോസോൺ എന്ന പേര് നൽകിയിരിക്കുന്നത്? സത്യേന്ദ്രനാഥ് ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ഈ പേര് നൽകിയിരിക്കുന്നത്. അടുത്ത് നിങ്ങൾ ഗോഡ് പാർട്ടിക്കിൾസ് എന്ന് കേട്ടിട്ടുണ്ടോ? ദൈവഗണങ്ങൾ. അടുത്ത് നമുക്ക് എന്താണ് ഗോഡ് പാർട്ടിക്കിൾസ് അഥവാ ദൈവകണങ്ങൾ എന്ന് നോക്കാം. നമ്മൾ ഹിഗ്സ് ബോസോൺ എന്ത് ചെയ്യുന്നു, എന്തിനാണ് ഹിഗ്സ് ബോസോൺ ആ പേര് നൽകിയത് എന്നൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് എന്താണ് ദൈവകണം? ഹിഗ്സ് ബോസോണിനെയാണ് ദൈവകണം എന്ന് അറിയപ്പെടുന്നത്. ഹിഗ്സ് ബോസോണിനെയാണ് ദൈവകണം അഥവാ ഗോഡ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത്. ഗോഡ്സ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോണിനെയാണ്. ലിയോൺ ലിഡർമാൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഹിഗ്സ് ബോസോണിനെ അല്ലെങ്കിൽ ഹിഗ്സ് ബോസോണിനെ ഗോഡ് പാർട്ടിക്കിൾസ് അഥവാ ദൈവകണം എന്ന് വിശേഷിപ്പിച്ചത്. ആദ്യമായി ഗോഡ് പാർട്ടിക്കിൾസ് അഥവാ ദൈവകണം എന്ന് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ലിയോൺ ലിഡർമാൻ ആണ് ആദ്യമായി ഗോഡ് പാർട്ടിക്കിൾസ് അഥവാ ദൈവകണം എന്ന പദം ഉപയോഗിച്ചത്. ഹിഗ്സ് ബോസോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണിത്. നമുക്ക് ഹിഗ്സ് ബോസോണിനെ കുറിച്ച് എന്താണ് ഹിഗ്സ് ബോസോൺ എന്ന് ഒരിക്കൽ കൂടെ നോക്കാം. ആ ഹിഗ്സ് ബോസോൺ അറിയണമെങ്കിൽ എന്താണ് പിണ്ഡം എന്ന് അറിഞ്ഞിരിക്കണം. കാരണം ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്നതാണ് ഹിഗ്സ് ബോസോൺ. അപ്പൊ നമ്മൾ ആദ്യം ഹിഗ്സ് ബോസോൺ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പിണ്ഡം അഥവാ മാസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരിക്കൽ കൂടെ പറയാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ മാസ് അല്ലെങ്കിൽ പിണ്ഡമെന്ന് പറയുന്നു. ദ്രവ്യത്തിന് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന ഗുണം നൽകുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. സത്യേന്ദ്രനാഥ് ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ഈ പേര് നൽകിയിരിക്കുന്നത്. ഗോഡ് പാർട്ടിക്കിൾസ് അഥവാ ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്.
ഗോഡ് പാർട്ടിക്കിൾസ് അഥവാ ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ലിയോൺ ലിഡർമാൻ. പേര് ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പേരുകൾ വളരെ സൂക്ഷിച്ച് പഠിക്കുക. കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണികകളെ ഹാഡ്രോൺ എന്ന് പറയുന്നു. കോർക്കുകൾ എന്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് കോർക്ക്? പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും അടിസ്ഥാനപരവും പ്രാഥമികവുമായ കണത്തെ എന്തെന്ന് പറയുന്നു? കോർക്കെന്ന് പറയുന്നു. കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന കണികയെ ഹാഡ്രോൺ എന്ന് പറയുന്നു. എന്താണ് കോർക്ക്? പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും അടിസ്ഥാനപരവും പ്രാഥമികവുമായ കണികയെ അല്ലെങ്കിൽ കണത്തെ എന്തെന്ന് പറയുന്നു? കോർക്ക് എന്ന് പറയുന്നു. കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണത്തെ എന്തെന്ന് പറയുന്നു? ഹാഡ്രോൺ. പോൾ ഡിറക് ആണ് ബോക്സോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ബോക്സോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞന്റെ പേര് പോൾ ഡിറക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പേരുകൾ വ്യക്തമായി പഠിക്കുക. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. എന്താണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്? ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിനോടടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് എന്ത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെ? മുറൈ ജെൽമാൻ ആൻഡ് ജോർജ് സ്വിക്. ടൈം ക്രിസ്റ്റലും കൂടി ചേർത്ത് 8 അവസ്ഥകളാണ് ദ്രവ്യത്തിന് ഉള്ളത്. ദ്രവ്യത്തിന്റെ 8 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഒരിക്കൽ കൂടെ പറയാം. 7 നമ്മൾ നേരത്തെ പഠിച്ചു, പുതുതായി 1 മാത്രമേ ഉള്ളൂ. എന്താ? ടൈം ക്രിസ്റ്റൽ. അപ്പോ 8 എന്താ പറയൂടെ? 1 വാതകം, 2 ദ്രാവകം, 3 വാതകം, 1 ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, 8 ഇപ്പൊ പഠിച്ചതാണ് ടൈം ക്രിസ്റ്റൽ. ഇങ്ങനെ മൊത്തം 8 അവസ്ഥകളാണ് ദ്രവ്യത്തിന് അല്ലെങ്കിൽ മാറ്ററിന് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ന് നമ്മൾ ആദ്യം എന്താ പഠിച്ചത്? ദ്രവ്യം എന്നാൽ എന്ത് എന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ദ്രവ്യം? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം അഥവാ മാറ്റർ എന്ന് പറയാം. അടുത്ത നമ്മൾ എന്ത് പഠിച്ചു? ദ്രവ്യത്തിന്റെ അവസ്ഥകൾ. ആദ്യം നമ്മൾ 7 പഠിച്ചു, പിന്നെ 1 കൂടെ കൂട്ടി 8 പഠിച്ചു. അപ്പൊ മൊത്തം 8 സ്റ്റേറ്റ്സ് നമ്മൾ ഇന്ന് പഠിച്ചു. 8 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമ്മൾ ഇന്ന് പഠിച്ചു. 8 ദ്രവ്യത്തിന്റെ അവസ്ഥകൾ പഠിച്ചു. ആ 8 നമുക്ക് പറഞ്ഞു നോക്കാം. 1 ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5ാമത്തേത് ഏതാ? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 8ാമത്തേത് 6ാമത്തേത് ഏതാ? 6 ഫെർമിയോണിക്
കണ്ടൻസേറ്റ്. ആറാമത്തെ ദ്രവ്യത്തിന്റെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7 കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 7 കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. എട്ടാമത്തേത് ടൈം ക്രിസ്റ്റൽ. ടൈം ക്രിസ്റ്റൽ. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പ്ലാസ്മയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അവ ഏതൊക്കെയാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ പ്ലാസ്മ. ഏറ്റവും ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ പ്ലാസ്മ. ഏറ്റവും ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ പ്ലാസ്മ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും അധികം ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. തന്മാത്രകൾ ഏറ്റവും അധികം ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും അടിസ്ഥാനപരവും പ്രാഥമികവുമായ കണത്തെ കോർക്ക് എന്ന് പറയുന്നു. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ മാസ് അല്ലെങ്കിൽ പിണ്ഡമെന്ന് പറയുന്നു. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നു. ഹിഗ്സ് ബോസോൺ ആണ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. സത്യേന്ദ്രനാഥ് ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ 2 ശാസ്ത്രജ്ഞന്മാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോൺ ആ പേര് നൽകിയിരിക്കുന്നത്. ആരോടൊക്കെയുള്ള ബഹുമാനാർത്ഥമാണ്? പീറ്റർ ഹിഗ്സ് ആൻഡ് സത്യേന്ദ്രനാഥ് ബോസ്. സത്യേന്ദ്രനാഥ് ബോസിനോട് പീറ്റർ ഹിഗ്സിനോടുമുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോൺ ഈ പേര് നൽകിയിരിക്കുന്നത്. ഗോഡ്സ് പാർട്ടിക്കിൾ അഥവാ ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലിയോൺ ലിഡർമാൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളെ ഹാഡ്രോൺ എന്ന് പറയുന്നു. കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളെ ഹാഡ്രോൺ എന്ന് പറയുന്നു. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ പോൾ സിറാക്. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ പോൾ ഡിറാക് ആണ്. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. ബോസോണുകളുടെ ഒരു വാതകത്തെ ഒരു ബാഹ്യമായ പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് ഒരു കെൽവിനോടടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ മുറേ ജെൽമാൻ ആൻഡ് ജോർജ് സ്വിക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി 2 ചോദ്യങ്ങൾ, അതായത് നമ്മൾ ഇന്ന് പഠിച്ചതിൽ നിന്നും മുൻ വർഷങ്ങളിൽ PSC എക്സാമിന് ചോദിച്ച 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ നോക്കാം. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത്? ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? നോക്കാം നമുക്ക്. 1ാമത്തേത് ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോൾ 5ാമത്തെ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അടുത്ത ചോദ്യം, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന അവസ്ഥ പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരൊക്കെ? ഈസിയാണ് ഈ ചോദ്യം പഠിക്കാൻ. സത്യേന്ദ്രനാഥ് ബോസിന്റെ ബോസും ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഐൻസ്റ്റീനും ചേർന്നാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ, സത്യേന്ദ്രനാഥ് ബോസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഇങ്ങനെ ഓർത്ത് വച്ചിരിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.